ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടയിലൂടെ നിർത്താതെയുള്ള ഫോണിലൂടെ റിംഗ് ടൂൺ കേട്ടതും കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയ ശേഷം ഋഷി പാൻറിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലേക്കെടുത്തു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ രുദ്രയുടെ പേര് കണ്ടതും ഒരു പുഞ്ചിരിയോടെ ഫോൺ ചെവിയിലേക്ക് വെച്ചു. രുദ്ര. അവൻ വിളിച്ചിട്ടും അവളിൽ നിന്നും അനക്കമില്ലെന്ന് കണ്ടതും വീണ്ടും വിളിച്ചു. രുദ്ര, നീ എന്താ മിണ്ടാത്തേ? ഇപ്പോഴും നിന്റെ ഋഷിയോട് പിണക്കമാണോ? ഋഷി. വളരെ നേർത്ത സ്വരത്തോടെ അവൾ വിളിച്ചു. എനിക്ക് പിണങ്ങാൻ പറ്റുമോ എൻ്റെ ഋഷിയോടൊപ്പം, അപ്പുവിനോടൊക്കെ? പിന്നെന്തിനാ വിളിച്ചിട്ട് നീ മിണ്ടാതിരുന്നത്? അത് പിന്നെ ഞാൻ കരുതി നിങ്ങൾ വിളിച്ചിട്ടും ഞാൻ വരാതിരുന്നതിൽ പിണക്കായിരിക്കും എന്നോടെന്ന്. എൻ്റെ പെണ്ണെ, നിന്നോട് പിണങ്ങാൻ പറ്റുമോ ഞങ്ങൾക്ക്? പിന്നെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അന്ന് എൻ്റെ ബുദ്ധി മരവിച്ചു പോയി. അതാ കൈനീട്ടി നിന്നെ തല്ലിയതും ഒറ്റക്കാക്കി പോയതും. അതിന് നഷ്ടം വന്നതും ഞങ്ങൾക്കല്ലേ? ഞാനായി തന്നെ ഞങ്ങളുടെ രുദ്രയെ കളഞ്ഞതുകൊണ്ടല്ലേ നിനക്കിഷ്ടമില്ലെങ്കിൽ കൂടെ ആ വീട്ടിൽ നിന്ന് നിൽക്കേണ്ടി വന്നത്? എനിക്കിവിടെ ഇഷ്ടക്കേടൊന്നുമില്ല ഋഷി. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ വീട്ടിലുണ്ട്, നിങ്ങളെപ്പോലൊക്കെ തന്നെ. പിന്നെ ഋഷി വിളിച്ചപ്പോൾ ഞാൻ വരാതിരുന്നത് അതിന് കാരണം ലക്ഷ്മി അമ്മ മാത്രമാണ്. ഈ വീട്ടിൽ എനിക്ക് വേണ്ടി ഭദ്രസാറിനോട് ശബ്ദമുയർത്തി സംസാരിച്ചതും എനിക്ക് വേണ്ടി അദ്ദേഹത്തിന് ആദ്യമായി കൈ ഉയർത്തി തല്ലേണ്ടി വരെ വന്നു അമ്മയ്ക്ക്. ആ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയി, അമ്മയുടെ മകനെ അമ്മയുടെ പഴയ ഭദ്രയെ പോലെ മാറ്റിയെടുക്കുമെന്ന്. ബെസ്റ്റ്. നിനക്ക് വട്ടുണ്ടോ രുദ്ര? നീ മാറ്റിയെടുത്താൽ മാറുമെന്ന് കരുതുന്നുണ്ടോ നീ? ഒന്നാതെ നിന്നെ കൊല്ലാൻ നടക്കുവാ അവൻ. അപ്പോഴാണ് ആവശ്യമില്ലാത്ത ഓരോന്ന് ഏറ്റെടുക്കാൻ പോയേക്കുന്നത്. നിന്റെ ക്യാരക്ടർ വെച്ച് ഒരിക്കലും അയാളെ മാറ്റാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടില്ല. അയാൾക്ക് പറ്റിയത് വല്ല കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി കൊണ്ടുണ്ടാക്കിയ പെൺപിള്ളേരെയാ. നീ ഒരു കാര്യം ചെയ്യ്, ആ അമ്മയോട് പറ, എനിക്ക് പറ്റില്ല, എനിക്കെന്നല്ല ആർക്കും അയാളെ മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് വാ. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരാം നിന്നെ. ഇല്ല ഋഷി, അമ്മയ്ക്ക് കൊടുത്തു പോയ വാക്ക് പാലിക്കാൻ ഞാൻ എന്തും ചെയ്യും. കാരണം ഇപ്പോൾ അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. ഏത് ഭാര്യയും തൻ്റെ ഭർത്താവിന് നന്നായിരിക്കാനേ ആഗ്രഹിക്കൂ. അതേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. നിനക്ക് മുഴുവട്ട. കാരണം നീ കാണിക്കുന്ന ഈ അനുകമ്പയൊന്നും ഒരിക്കലും അയാൾ നിന്നോട് കാണിക്കില്ല. അതോർത്താൽ നിനക്ക് തന്നെ കൊള്ളാം. അത്രയും പറഞ്ഞ് ബദ്രി ഫോൺ വയ്ക്കുമ്പോൾ രുദ്രയും ഫോൺ കട്ടാക്കി ബെഡിലേക്ക് ഇട്ടു. എന്നിട്ട് ബദ്രിയെ കണ്ടത് മുതലുള്ള ഓരോന്നും ഓർക്കാൻ തുടങ്ങി. റൂമിലെ ഡോർ ആരോ തുറക്കുന്ന ശബ്ദം കേട്ട് രുദ്ര മുന്നിലേക്ക് നോക്കുമ്പോൾ വിജയലക്ഷ്മി ആയിരുന്നു. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. മോളെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? താഴേക്കൊക്കെ വന്ന് എല്ലാവരുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഈ ഒറ്റപ്പെടൽ മാറിക്കിട്ടും. അച്ഛനും അമ്മയും നിന്നെക്കുറിച്ച് മുൻപ് തിരക്കിയതേ ഉള്ളൂ. അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാനൊന്നും പറ്റില്ല. കൊച്ചുമകൻ്റെ ഭാര്യ അടുത്തിരുത്തി ലാളിക്കാൻ അവർക്കും കാണില്ലേ ആഗ്രഹം. ഞാൻ മനഃപൂർവ്വം താഴേക്ക് വരാത്തതല്ല അമ്മേ. ഞാൻ കാരണം എന്തിനാ അന്നത്തെ പോലെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടാണ്. അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും വിജിത്തും വൈശുവയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്നും നിങ്ങളിൽ ഒരാളെ പോലെ തന്നെ കാണുന്നു എന്നും അറിയാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ. ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേര് ഈ വീട്ടിൽ തന്നെ ഇല്ലേ? എന്തിനുപരി എൻ്റെ കഴുത്തിലെ താലി കെട്ടിയ ആൾക്ക് പോലും അയാളുടെ കണ്ണിലെ കരടല്ല ഞാൻ. അതൊക്കെ മാറും. മോളെ അടുത്തറിയുമ്പോൾ നിന്നെ ഇപ്പോൾ അകറ്റി നിർത്തുന്ന എൻ്റെ ഭദ്ര തന്നെയാവും കൂടുതൽ സ്നേഹിക്കുക. മോൾക്കറിയാമോ, അവനിങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും കൂടെ ആക്കിയത് അവനിങ്ങനെ. ജന്മം കൊണ്ട് ഞാൻ അവൻ്റെ അമ്മയല്ലെങ്കിലും കർമ്മം കൊണ്ട് അവൻ്റെ അമ്മയായവളാണ് ഞാൻ. അവനും അങ്ങനെ തന്നെ സ്വന്തം അമ്മയായി തന്നെയാ എന്നെ സ്നേഹിക്കുന്നതും കാണുന്നതും. അപ്പോൾ അമ്മ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അമ്മയല്ലേ? അങ്ങനെ പറയില്ല മോളെ, സഹിക്കില്ല. കാരണം അവൻ എൻ്റെ മോൻ തന്നെയാ. അങ്ങനെ പറയാനാ എനിക്കിഷ്ടം. രുദ്രയ്ക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു. അവൾ വിജയലക്ഷ്മി തന്നെ ഉറ്റുനോക്കി. മോൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്നറിയാം. അതെല്ലാം ഇന്ന് തന്നെ അമ്മ മോൾക്ക് പറഞ്ഞു തരും. എല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരിക്കലും അവനെ ഒറ്റയ്ക്കാക്കരുത്. നീ കൂടെ തന്നെ ഉണ്ടാവണം. എനിക്കുറപ്പുണ്ട് മോളെൻ്റെ ഭദ്രയെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ലെന്ന്. അത്രയും പറഞ്ഞവർ താഴേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സ് ഭദ്രയെ അറിയാനായി ആഗ്രഹിച്ചു. അരുന്ധതി, അപ്പോൾ ഈ പേര് മറന്നിട്ടില്ല അല്ലേ? നീ എന്തൊക്കെയാ അരുന്ധതി പറയുന്നത്? ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, നമ്മുടെ 2 മക്കളുടെ അച്ഛൻ. ആ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്നിട്ടാണോ ഞാൻ നാട്ടിൽ വന്നിട്ട് ഓരോന്നൊക്കെ കാണാൻ വരാത്തത്? ഞാൻ വരാത്തതിൻ്റെ കാരണം ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ തന്നെ അറിയാലോ അല്ലേ? ഇപ്പോഴുള്ള നമുക്കിടയിലെ വിരഹം പോലും ഒരിക്കൽ കൈപ്പിടിയിൽ വന്നിട്ട് കിട്ടാതെ പോയ ആളവറ്റ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ്.
വർഷം കുറേയായില്ലേ അതിൻ്റെ പിന്നാലെ തന്നെ. ഇപ്പോൾ തന്നെ ഹരീന്ദ്രൻ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടില്ലേ? അതുപോരെ നമുക്ക്? ഇല്ല, അതുപോരാ. കാരണം എനിക്ക് വേണ്ടത് കാളിയാർ മഠവും സ്വത്തുക്കളുമാണ്. ഇത്രയും നാൾ ഒരു അടിമയെ പോലെ പണിയെടുത്തു. അപ്പോഴും മനസ്സിൽ അതെല്ലാം എന്നെങ്കിലും വെട്ടിപ്പിടിച്ച് ഈ കരങ്ങളിൽ വെച്ച് അനുഭവിക്കണം എന്നതായിരുന്നു. ഞാൻ എത്ര നാൾ കൊണ്ട് പറയുന്നതാ ആ ബദ്രിയെ കൊന്നുകളയാൻ. അവനെ അന്ന് ആ സ്വത്തുകൾ അവനിൽ വന്നു ചേർന്ന ആ ദിവസം തന്നെ കൊന്നിരുന്നെങ്കിൽ ഇന്നവൻ ഇത്രയും തലയെടുപ്പോടെ നിൽക്കില്ലായിരുന്നു. അവനെ കൊല്ലാൻ ഒരുപാട് വഴി നോക്കിയില്ലേ? അവൻ്റെ 2 വിവാഹം മുടങ്ങിയില്ലേ? അതിൽ ആദ്യത്തേത് അവനെ സ്നേഹിച്ച് അവളെ സൂയിസൈഡ് ചെയ്യാനുള്ള ഇടവരുത്തി കൊടുത്തില്ലേ? അവൻ നമ്മുടെ മകൻ ഹരീന്ദ്രൻ. അപ്പോഴും അവൻ മാത്രം വഴുതിപ്പോയി. എങ്കിലും ഇത്രയും എത്തിയില്ലേ? അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് തന്നെ അനുകൂലമായി വരും എന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. എനിക്കെന്തോ തോന്നുന്നില്ല. അവനിപ്പോൾ ഒരുത്തിയെ കെട്ടി വന്നിരിക്കുമല്ലേ. അതുകൊണ്ടെന്തോ എനിക്കിതൊന്നും ശരിയാവില്ലെന്ന് തോന്നുന്നു. അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ്. അവളെ വന്ന പോലെ ആ വീട്ടിൽ നിന്നും അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അവൻ ആ ബദ്രിയുടെ ജീവൻ പോകും മുന്നേ എല്ലാം കൈക്കലാക്കി. കാളിയാർ മഠത്തിൽ ഒരു ശുദ്ധി കലാശമുണ്ടെൻ്റെ. എന്തിനും ഹരീന്ദ്രൻ എനിക്കൊപ്പം ഉള്ളപ്പോൾ ഭയമില്ല. പിന്നെ എപ്പോഴും നീ വിളിക്കുമ്പോൾ ഇതുപോലെ കോലെടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഞാൻ മറ്റന്നാൾ അങ്ങ് വരും. 2 ദിവസം എൻ്റെ ഭാര്യയെ നല്ലോണം സ്നേഹിച്ചിട്ടേ മടങ്ങുന്നുള്ളൂ. എന്തേ, അതുപോരെ? അതിനവരൊന്ന് ചിരിച്ചു. ആ പുഞ്ചിരി അയാളിലും സ്ഥാനം പിടിച്ചു. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ഭദ്രേ നീ? അതോ ഞാനിതൊക്കെ പറയുന്ന കേട്ടിട്ട് നിനക്കൊരു പൊട്ടനായി തോന്നുന്നുണ്ടോ എന്നെ? ബദ്രിയുടെ ക്യാബിനിൽ അവൻ്റെ ഓപ്പോസിറ്റ് സീറ്റിലിരിക്കുവാണ് പ്രണവ്. ബദ്രി മുന്നിലെ ലാപ്ടോപ്പിൽ മുഖം പൂഴ്ത്തി വെച്ചിരിക്കുവാണ്. ഇപ്രാവശ്യം പ്രണവിന് ദേഷ്യം വന്നിരുന്നു. അവൻ മുന്നിലെ ടേബിളിൽ ആഞ്ഞടിച്ചതും ബദ്രി അവനെ ദേഷ്യത്തിൽ നോക്കി. നിനക്കെന്താടാ, ഭ്രാന്ത് പിടിച്ചോ? ആടാ, എനിക്ക് ഭ്രാന്ത, നല്ല മുഴുത്ത ഭ്രാന്ത്. പ്രണവ് ബദ്രിയെ നോക്കി അത് പറയുമ്പോൾ ബദ്രി ഒന്ന് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. നീ അധികം വിളിക്കല്ലേ. ഇത് കൊള്ളാം. എനിക്കൊന്ന് ചിരിക്കാനും പാടില്ലെന്നുണ്ടോ? ബദ്രി പ്രണവിനെ നോക്കി അത് പറയുമ്പോൾ തന്നെ പ്രണവ് അവനെ നോക്കി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എടാ ബദ്രി, നീ ഇതുപോലെ ഇപ്പോഴും ചിരിച്ച് ഹാപ്പിയായി ഇരിക്കാനാണ് ഞാൻ ഉൾപ്പെടെ നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നീയോ ഓരോ നിമിഷവും നിന്നെ വെറുക്കുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യുന്നത്. എന്നെ ആരും സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നവർ മതി ഈ ബദ്രിക്കൊപ്പം. അല്ലാത്തവർ വേണമെന്നില്ല കൂടെ. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഞാനിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും ആ വീട്ടിലെ പലരും ഇഷ്ടമല്ലെങ്കിൽ കൂടി കടിച്ചു തൂങ്ങി നിൽക്കുന്നത് പോലും. എൻ്റെ അച്ഛന് കൊടുത്ത വാക്കാണ് ആ വീട്ടിൽ നിന്നും ആരും എവിടേക്കും പോകാതെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് പോലെ സന്തോഷത്തോടെ നിലനിർത്തുമെന്നത്. എന്നിട്ട് അങ്കിൾ ഉണ്ടായിരുന്ന പോലെ സന്തോഷത്തോടെയാണോ എല്ലാവരും ഉള്ളത്? പറ, ആണോന്ന്? ഇന്ന് നിന്റെ ചെറിയമ്മയും 3 മക്കളും ഹോസ്റ്റലിൽ തന്നെയല്ലേ നിൽക്കുന്നേ? ഒരു കണക്കിന് അത് 3 അവിടെ നിൽക്കുന്നത് നല്ലത്. വിഷവിത്തുക്കളാ 3. നിന്റെ ആ കല്യാണി ചെറിയമ്മയുടെ എല്ലാ വേലത്തരവും കയ്യിലുണ്ട്. ബദ്രി, നിനക്ക് അവളെ സ്നേഹിച്ചൂടെടാ, ആ രുദ്രയെ? പാവം കൊച്ചാടാ അത്. നീ ഒന്ന് സ്നേഹിച്ചു നോക്കടാ അവളെ. ചങ്ക് പറിച്ചു തന്ന് നിന്നെ സ്നേഹിക്കും അവൾ. അവസാന വാക്കുകൾ വളരെ നേർത്ത സ്വരത്തോടെ പറഞ്ഞു പ്രണവ്. എന്നിട്ട് വേണം എൻ്റെ ചങ്ക് കൂടെ അടിച്ചുകൊണ്ട് പോകാൻ. നീ പറഞ്ഞ പോലെ ചിലപ്പോൾ പാവമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ കരുതും പോലെ പുറമേ പാവമായി നടക്കുന്ന ഒരു കള്ളി ഏതായാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ അവളെ എന്നല്ല ആരെയും സ്നേഹിക്കില്ല. എൻ്റെ മനസ്സിൽ എത്രയും വേഗം അതിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നേ ഉള്ളൂ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിന്റെ ബുദ്ധി മൊത്തത്തിൽ മരവിച്ചിരിക്കുക. അതുകൊണ്ട് ഇനി നിന്നോട് ഇതേപ്പറ്റി പറയാൻ ഞാൻ വരില്ല. സന്തോഷം. അത്രയും പറഞ്ഞ് ചിരിച്ച ബദ്രിയെ നോക്കി പ്രണവ് പറഞ്ഞു. നീ ഇപ്പോൾ അവൾ നിന്റെ തലയിൽ നിന്നും പോകണമെന്ന് ആഗ്രഹിച്ചില്ലേ? നീ തന്നെ ഒരിക്കൽ അവൾക്ക് വേണ്ടി കരയേണ്ടി വരും. നോക്കിക്കോ. അന്ന് അവളെ വേറെ വല്ല ആൺപിള്ളേരും കൊണ്ടുപോകുമ്പോൾ നീ മാനത്ത് നോക്കി നിന്നോ ശാപം. അത്രയും പറഞ്ഞിട്ട് ബദ്രിയെ നോക്കാതെ ക്യാബിൻ്റെ പുറത്തേക്ക് പോയ പ്രണവിനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അവൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ആ ഗ്രാമത്തിലേക്ക് അവൻ കാലുവെച്ചു. തൻ്റെ പുതിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള തട്ടകം. ഇവിടെ അവൻ്റെ പേര് ഹരീന്ദ്രൻ എന്നല്ല, മറ്റൊന്നാണ്. രൂപത്തിലും ആ നാട്ടിലെ ഒരാളെ പോലെ തന്നെ അവൻ മാറിയിരുന്നു. തൻ്റെ കൂടെയുള്ളവരിൽ ഒരാൾ നീട്ടിയ ഫയൽ വാങ്ങി അവൻ തുറന്നു നോക്കി. അതിലെ ഓരോ കാര്യങ്ങൾ വായിച്ച ശേഷം അത് അയാളെ തന്നെ തിരിച്ചേൽപ്പിച്ച ശേഷം ചുണ്ടിലൂറിയ ചിരിയോട് കൂടെ തന്നെ മുന്നിലേക്ക് നടന്നു. അപ്പോഴും അവനൊപ്പം വന്നവർക്ക് അവിടെ വരെ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ.
ആ നാട്ടിലെ എല്ലാവരും അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കാരണം ആദ്യമായി കാണുകയാണ് അവനെ അവർ. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ ആ ഗ്രാമം ആദ്യമായി കാണുന്നവൻ്റെ ലാഘവമായിരുന്നു. നിസ്സഹായതയും സ്നേഹവും മാത്രം നിറഞ്ഞു നിൽക്കുന്നവൻ്റെ ഒരു നിഷ്കളങ്കതയായിരുന്നു ആ മുഖത്ത്. എന്നാൽ അത് ആ നാടിനെയും ജനങ്ങളെയും നശിപ്പിക്കാൻ വന്ന മനുഷ്യൻ്റെ മുഖം മൂടിയിട്ട ചെന്നായാണെന്ന് ആർക്കും മനസ്സിലായില്ല. വൈശുവിനൊപ്പം ഉറങ്ങാൻ കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ബദ്രി നിറഞ്ഞു നിന്നിരുന്നു. അവനെക്കുറിച്ച് വിജയലക്ഷ്മി പറയാന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അമ്മയെ അടുത്ത് കിട്ടിയില്ല. എത്രയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. മേശപ്പുറത്തിരുന്ന ഫോൺ കയ്യിലേക്കെടുത്ത് സമയം നോക്കി. ടൈം 11:45. രുദ്ര കട്ടിൽ കിടക്കുന്ന വൈശുവിനെ നോക്കി. ആള് കമിഴ്ന്നു കിടന്ന് നല്ല ഉറക്കം. അവൾ മൂടിയിട്ട പുതപ്പിനെ കാലുകൊണ്ട് ചവിട്ടി ഒരറ്റം ഇട്ടിരിക്കുന്നു. രുദ്ര വേഗം തന്നെ അതെടുത്ത് അവളെ നന്നായി മൂടിയ ശേഷം ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. മെല്ലെ ഡോറ് ചാരിക്കൊണ്ട് സ്റ്റെപ്പ് ഓരോന്നായി ഇറങ്ങി. ഹോളിൽ ലൈറ്റ് കിടക്കുന്ന കാര്യത്തിലാണ് ആള് താഴേക്ക് വന്നത്. അവിടെ വരുമ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ മെല്ലെ വിജയലക്ഷ്മിയുടെ റൂമിലേക്ക് നടന്നു. അപ്പോഴും രാഘവേന്ദ്ര അവിടെ ഉണ്ടായിരിക്കരുതെന്ന് മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അയാളുണ്ടെങ്കിൽ അന്നത്തെ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്നൊരു ഭയം. അപ്പോഴും തിരിച്ചു പോകാൻ അവളുടെ മനസ്സ് കൂട്ടാക്കിയിരുന്നില്ല. വിജയലക്ഷ്മിയുടെ റൂമിൻ്റെ മുന്നിൽ വരുമ്പോൾ പാതി ചാരിയ ഡോറും അതിൽ നിന്ന് വരുന്ന വെളിച്ചവും കണ്ടതും തന്നെ രുദ്രവേഗം അവിടേക്ക് ചെന്നു നിന്നു. അകത്തേക്ക് തലയിട്ട് നോക്കി. വിജയലക്ഷ്മി ബെഡ്ഷീറ്റ് വിരിക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പുറകെ വശത്തായി വന്നു നിൽക്കുന്ന രുദ്രയെ കണ്ടിരുന്നില്ല. എന്നാൽ അപ്പോഴും രുദ്രയുടെ കണ്ണുകൾ രാഘവേന്ദ്ര ഉണ്ടോ എന്ന് പരതിക്കൊണ്ട് നടന്നു. എന്നാൽ അയാൾ അവിടെയെങ്ങും കാണാത്തത് കണ്ടതും നെഞ്ചിൽ കരങ്ങൾ വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് രുദ്രവാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പിന്നിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞതും വിജയലക്ഷ്മി തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രയെ. മോളെന്താ ഈ സമയത്ത്, അതും ഇവിടെ? ഉറങ്ങിയില്ലായിരുന്നു മോളിതുവരെ? ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. അതെന്താ, മോൾക്ക് എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ? വിജയലക്ഷ്മി രുദ്രയുടെ അടുത്തായി വന്നു നിന്ന് നെറ്റിയിൽ കരങ്ങൾ വെച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. വിജയലക്ഷ്മി അവളുടെ നെറ്റിയിൽ തൊട്ട് കരങ്ങൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്തിനാ മോളിൽ ഉറങ്ങാതെ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? അമ്മയെ കാണാൻ. എനിക്കറിയണം അദ്ദേഹത്തെ പറ്റിയെല്ലാം. അമ്മ പറയില്ലേ എന്നോട്? പറ. വിജയലക്ഷ്മി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഇതിനു വേണ്ടിയായിരുന്നു ഉറക്കം പോലും ഇല്ലാതെ ഇങ്ങോട്ട് വന്നത്? അതിനവളൊരു പുഞ്ചിരി നൽകി. മോള് വാ, ഇരിക്ക്. അവളെ അവിടെ കിടന്ന ചെയറിലേക്ക് ഇരിക്കാൻ പറഞ്ഞതും തന്നെ രുദ്ര അവരെ നോക്കി പറഞ്ഞു. ഇവിടെ ഇരിക്കേണ്ട, നമുക്ക് പുറത്തു പോയിരിക്കാം. ചിലപ്പോൾ സാറ് വരുമ്പോൾ എന്നെ ഇവിടെ കണ്ട ഇഷ്ടമായി എന്ന് വരില്ല. അതും അമ്മയ്ക്കും ദോഷം ചെയ്യും. അത് വേണ്ട. അതുകൊണ്ട് പുറത്ത് പോയിരുന്ന് സംസാരിക്കാം നമുക്ക്. പുറത്ത് നല്ല മഞ്ഞുണ്ട്. ആവശ്യമില്ലാതെ മഞ്ഞുകൊണ്ട് മോൾക്ക് അസുഖമൊന്നും വരുത്തേണ്ട കേട്ടല്ലോ. മോളിവിടെ ഇരുന്നാൽ മതി. ഏട്ടനിന്ന് വരുമ്പോൾ ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പേടിക്കണ്ട. ഇപ്പോൾ ഇവിടേക്ക് ആരും കടന്നു വരില്ല. പോരെ? അത്രയും പറഞ്ഞ് അവിടെ കിടന്ന ചെയറിൽ രുദ്രയിരുന്നു. അപ്പോഴേക്കും അവൾക്ക് മുന്നിലെ ബെഡിലായി വന്നിരുന്നു വിജയലക്ഷ്മി. രുദ്ര അവരെ തന്നെ നോക്കിയിരുന്നു. അപ്പോഴേക്കും രുദ്രയ്ക്കറിയേണ്ട അവളുടെ ഭദ്രയെപ്പറ്റി പറഞ്ഞു തുടങ്ങി.